നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ഏറെ മണിക്കൂറുകളായി കാത്തിരിക്കുന്ന വിധി കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു. അതായത് നടി ഹണി റോസിനെതിരെ ലൈംഗികാതിക്രമം നടത്തി എന്നുള്ള കേസിൽ വ്യവസായി കൂടിയായിട്ടുള്ള ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു കോടതി. 14 ദിവസത്തേക്കുള്ള റിമാൻഡിനാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ വിധി പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് ബോബി ചെമ്മണ്ണൂർ ഒരു മുറിയിലിരുന്ന് വിശ്രമിക്കുകയാണ്. നിലവിൽ ശാരീരികമായി രക്തസമ്മർദ്ദം ഉയർന്നു, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ള സൂചന നൽകി കഴിഞ്ഞിരിക്കുന്നു ബോബി ചെമ്മണ്ണൂർ. കേസിൽ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ബോബി ചെമ്മണ്ണൂരിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ വ്യാഴാഴ്ച രാവിലെ കോടതിയിൽ ഹാജരാക്കി. ശക്തമായ വാദപ്രതിവാദങ്ങളായിരുന്നു പ്രതിഭാഗവും വാദിഭാഗവും ഉയർത്തിയത്. എന്നാൽ ബോബി ചെമ്മണ്ണൂർ ഉയർത്തിയ വാദങ്ങളെ ഒക്കെ തന്നെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഹണി റോസിന് അനുകൂലമായ വിധി ഉണ്ടായത്. കോടതിയുടെ ഉത്തരവിന് തൊട്ടു പിന്നാലെ പലതരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. താൻ ഒരു തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടില്ല എന്നും തന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നും താൻ പറഞ്ഞത് മോശകരമായ അർത്ഥത്തിലല്ല എന്ന് കൂടിയായിരുന്നു ജാമ്യ ഹർജിയിലൂടെ വാദമുയർത്തിയത്. മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് താൻ പരാമർശിച്ചു എന്നുള്ള നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഇതിനെ എതിർക്കാനായി പ്രതിഭാഗം ശ്രമിച്ചത്. പക്ഷേ ഇതിനെയൊക്കെ തന്നെ കോടതി മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഹണി റോസിന്റെ ആരോപണങ്ങളൊക്കെ വ്യാജമാണെന്നും നടി പരാതി നൽകാൻ വൈകിയത് എന്തുകൊണ്ടാണെന്ന് പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്നുമാണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരായിട്ടുള്ള അഡ്വക്കേറ്റ് ബി രാമൻപിള്ള കോടതിയിൽ വാദിച്ചത്. ഏറ്റവും പ്രമുഖനായ അറിയപ്പെടുന്ന ക്രിമിനൽ അഭിഭാഷകനായിട്ടുള്ള രാമൻപിള്ള വക്കീൽ ഉൾപ്പെടെ ഇത്തരത്തിൽ വാദമുഖം ഉയർത്തിയിട്ട് പോലും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കാത്തത് തന്നെയാണ് ഇത് ഏറ്റവും അധികം ശ്രദ്ധേയമാക്കി മാറ്റുന്നത്. പരാതിക്ക് അടിസ്ഥാനമായ ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഇരുവരും നല്ല സൗഹൃദം പുലർത്തിയിരുന്നു. മറ്റൊരു പരിപാടിയിൽ വെച്ച് ഒരുമിച്ച് പങ്കെടുത്തിരുന്നു. പരാതിക്ക് പിന്നിൽ മറ്റ് ചില താല്പര്യങ്ങളുണ്ട് എന്നുള്ള സംശയമാണ് പ്രതിഭാഗം ഉയർത്തുന്നത്. അതിന്റെ വീഡിയോ തെളിവുകൾ അടക്കം തന്നെ പങ്കുവയ്ക്കാൻ തയ്യാറാണെന്നും പ്രതിഭാഗം പറയുന്നുണ്ട്. കോടതി നേരിട്ട് കണ്ട് പാസ്പോർട്ട് ഹാജരാക്കാൻ തയ്യാറാണെന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ തന്നെയാണ് പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞത്. കാരണം രാജ്യം വിട്ടു പോകാനോ ഒളിവിൽ പോകാനോ ഉള്ള സാധ്യതയുണ്ടെന്നുള്ള സൂചന പ്രതിക്കെതിരെ ഉയർത്തിയ സാഹചര്യത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു നീക്കത്തിലില്ല, അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കാമെന്ന് കൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുതെന്നുള്ള വാദത്തിൽ ഉറച്ചു നിന്നു പ്രോസിക്യൂഷൻ. നടി നൽകിയ പരാതിയിലെ വിവരങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയെ കൃത്യമായി ബോധിപ്പിച്ചു. ദ്വയാർത്ഥ പദപ്രയോഗം നടത്തിയ പ്രതി തുടർച്ചയായി തന്നെ നടിയെ അധിക്ഷേപിച്ചുകൊണ്ടേയിരുന്നു. അനുവാദമില്ലാതെ മോശമായ രീതിയിൽ നടിയുടെ ശരീരത്തിൽ സ്പർശിച്ചു എന്നുള്ളതാണ് ഗുരുതരമായ മറ്റൊരു വിഷയം. ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് നടിയെ അപമാനിക്കുന്ന ശ്രമമാണ് നടത്തിയത്. അതിന്റെ ദൃശ്യങ്ങളടക്കം പ്രതി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. ആ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വളരെയധികം മനംനൊന്താണ് നടി ഇറങ്ങിപ്പോയതെന്നും ജാമ്യം നൽകി കഴിഞ്ഞാൽ പ്രതി ഒളിവിൽ പോകുമെന്നുമുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു പ്രോസിക്യൂഷനും. ഈ ഒരു വാദമുഖം കൃത്യമായി മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാനായി നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ഏകദേശം ഒരു 7:15 കൂടി കൊച്ചിയിൽ എത്തിച്ച ശേഷമായിരുന്നു ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ബോബിയുടെ ഫോൺ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. വയനാട്ടിലെ റിസോർട്ടിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ കാർ തടഞ്ഞ് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്ത് അതിസാഹസികമായി നാടകീയമായി കൊച്ചിയിലേക്ക് എത്തിച്ചത്.